ഒരു പക്ഷേ നിങ്ങളും കരുതിയിട്ടുണ്ടാവും ഈ സപ്പോസ് ബി സപ്പോസ് ടു ഇത് രണ്ടും എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഇത് മനസ്സിലാക്കാനും ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പലരും കരുതാനൊരു കാരണം ഈ സപ്പോസ് എന്നുള്ളത് ഇങ്ങനെ പല രൂപത്തിൽ വരാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ഇത് ഓരോന്നും സപ്പോസ്, സപ്പോസിങ്, സപ്പോസിറ്റ്ലി, ബി സപ്പോസ് ടു എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് രണ്ടും നമ്മൾ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക. സപ്പോസ് എന്ന് പറയുന്നത് ഒരു വേർബാണ്. അതിൻ്റെ അർത്ഥം കരുതുക, വിചാരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പലതവണ ജോണിനെ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അതിൽ എടുക്കുന്നില്ല. അപ്പം ഞാൻ എന്തായിരിക്കും പറയുക? ജോൺ തിരക്കിലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നമുക്ക് സപ്പോസ് ഉപയോഗിച്ച് പറയാം. ഐ സപ്പോസ് ദാറ്റ് ജോൺ ഇസ് ബിസി. ഐ സപ്പോസ് ദാറ്റ് എന്ന് ഞാനിവിടെ പറഞ്ഞു. പക്ഷേ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ദാറ്റ് ഇവിടെ ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ഐ സപ്പോസ് ജോൺ ഇസ് ബിസി എന്ന്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇന്നലെ മിനി എന്നോട് കുറച്ച് പൈസ ചോദിച്ചിരുന്നു, പണം ചോദിച്ചിരുന്നു. പക്ഷെ ഞാനത് കൊടുത്തില്ല. ഇന്ന് ഞാൻ പറയാണ് അവൾക്ക് എന്നോട് ദേഷ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെയും നമുക്ക് സപ്പോസ് ഉപയോഗിക്കാം. ഐ സപ്പോസ് ഷീ ഈസ് ആംഗ്രി വിത്ത് മീ. ഐ സപ്പോസ് ഷീ ഈസ് ആംഗ്രി വിത്ത് മീ. അവിടെ ഞാൻ ദാറ്റ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. സപ്പോസിന് വേറെയും ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൂർണ്ണ മനസ്സോടെ അല്ലാതെ സമ്മതിക്കില്ലേ? ആ ഒരു അർത്ഥം കിട്ടാനും സപ്പോസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ഞങ്ങളും നിങ്ങളുടെ കൂടെ കൂടട്ടെ എന്ന്. ഷാൽ വി ജോയിൻ യു എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ നമുക്ക് വലിയ താല്പര്യമില്ലാതെ ഓക്കെ എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ സപ്പോസ് സോ എന്ന് പറയാം. പിന്നെ സപ്പോസ് ഉപയോഗിക്കുന്ന വേറൊരു രീതിയുണ്ട്. ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയില്ലേ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലായിരിക്കുമല്ലേ എന്ന്. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളോട് സഹായം ചോദിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ അത് വളരെ ഫോമലായിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. ആ ഒരു അർത്ഥം കിട്ടാൻ നമുക്ക് സപ്പോസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയാം. ഐ ഡോണ്ട് സപ്പോസ് യു കുഡ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം. അതായത് അർത്ഥമാക്കുന്നത് ഇതാണ്, നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റില്ലായിരിക്കുമല്ലേ എന്ന്. സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ സാധാരണ പറയാറില്ലേ നാളെ മഴയാണെന്ന് വെക്കൂ, നമ്മൾ എന്ത് ചെയ്യും എന്ന്. അപ്പോൾ നാളെ മഴ പെയ്യുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല, നമ്മളങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് സപ്പോസ് യൂസ് ചെയ്ത് പറയാം. സപ്പോസ് ഇറ്റ് റെയിൻസ് ടുമോറോ, വാട്ട് വിൽ വി ഡു എന്നാണ് ചോദ്യം. ഇനി വേറൊരു സിറ്റുവേഷൻ, നമുക്ക് ലോട്ടറി അടിച്ചു എന്ന് വെക്കൂ, നമ്മൾ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ അവിടെ ഞാൻ ഇംഗ്ലീഷിൽ പറയുക സപ്പോസ് വി വൺ ദ ലോട്ടറി എന്നാണ്. സപ്പോസ് വി വിൻ ദ ലോട്ടറി എന്നും പറയാം, പക്ഷെ നടക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. മലയാളത്തിൽ നമ്മൾ പറഞ്ഞത് ലോട്ടറി അടിച്ചു എന്ന് വെക്കൂ എന്നാണല്ലോ. അപ്പോൾ അതുപോലെ ഇംഗ്ലീഷിൽ സപ്പോസ് വി വൺ ദ ലോട്ടറി എന്ന് പറയാം. അപ്പോൾ നമ്മൾ സപ്പോസ് യൂസ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് സപ്പോസിങ് എന്നതും യൂസ് ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷിൽ ഇഫ് യൂസ് ചെയ്യുമല്ലോ, അതേ അർത്ഥത്തിലാണ് നമ്മൾ ഈ സപ്പോസിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാണ് കറണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസിങ് ദ പവർ ഗോസ് ഓഫ് വാട്ട് ഷാൽ വി ഡു? സപ്പോസിങ് എന്ന് പറഞ്ഞത് കണ്ടോ, ഇഫ് എന്ന് പറയുന്നത് പോലെയാണ് ഈ സപ്പോസിങ് നമ്മളവിടെ ഉപയോഗിച്ചത്. മറ്റൊന്നാണ് സപ്പോസിഡ്ലി. സപ്പോസിഡ്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വെയ്പ്പ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്, അങ്ങനെയാണ് കരുതുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അർത്ഥത്തിലാണ് സപ്പോസിഡ്ലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയാണ് ഈ മൂവി ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണെന്നാണ് വെയ്പ്പ്, അങ്ങനെയാണ് ആളുകളൊക്കെ പറയുന്നത്, നമുക്കറിയില്ല. അപ്പോൾ അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ദ മൂവി ഈസ് സപ്പോസിഡ്ലി ബേസ്ഡ് ഓൺ എ റിയൽ ഈവൻറ്റ് എന്ന്. കണ്ടോ സപ്പോസിഡ്ലി യൂസ് ചെയ്തത്. ഇനി നമുക്ക് ബി സപ്പോസ് ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രേസിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു കാര്യം ഒരാൾ ചെയ്യേണ്ടതാണ്, അത് അയാളുടെ ഡ്യൂട്ടിയാണ്, അയാളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയാനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഒരാൾ ഒരു കാര്യം ചെയ്യണം എന്നത് പറയാൻ നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ ഷുഡ് ഒരു മോഡൽ വേർബാണ്. ഏകദേശം ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ബി സപ്പോസ് ടുവും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ബി സപ്പോസ് ടു ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഒരു മോഡൽ വേർബ് അല്ല, പക്ഷേ ഒരു മോഡൽ വേർബിൻ്റെ പോലെ അത് ചിലപ്പോൾ ഫങ്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസസ് പറയാം. അപ്പോൾ ഞാൻ മലയാളത്തിൽ പറയാണ് നിങ്ങൾ 9 മണിക്ക് ജോലി തുടങ്ങേണ്ടതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം യു ആർ സപ്പോസ് ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 o'clock. ഞാൻ പറഞ്ഞത് യു ആർ സപ്പോസ് ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 o'clock എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബി കാണാമോ? യു ബി സപ്പോസ് ടു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, യു ആർ എന്നാണ് അല്ലേ. കാരണം ഇവിടെ നമ്മൾ യു എന്ന് പറഞ്ഞാണ് സെൻറ്റൻസ് തുടങ്ങിയത്, നിങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്.
അപ്പോൾ യു കഴിഞ്ഞാൽ ബിയുടെ ആ ഫോം ആർ എന്ന ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, യു ആർ സപ്പോസ് ടു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് വർക്ക്, അത് കഴിഞ്ഞിട്ട് വന്ന വേർബ് കണ്ടോ സ്റ്റാർട്ട്, അതിൻ്റെ ആ ബേസ് ഫോം അവിടെ വരണം. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവൾ 9 മണിക്ക് ജോലി തുടങ്ങേണ്ടതാണ് എന്നെങ്ങനെ പറയും? ഷീ ഈസ് സപ്പോസ് ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 o'clock. ഷീ ആയതുകൊണ്ട് ഇസ് വന്നു, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ എന്നെ പറ്റിയായിരുന്നെങ്കിൽ എങ്ങനെ പറയും? ഐ ആം സപ്പോസ് ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 o'clock എന്ന് പറയും. ഐ കഴിഞ്ഞിട്ട് ആം വന്നു. അപ്പോൾ ഇത് മാത്രമാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ബി സപ്പോസ് ടു എന്നാണ് പറയുന്നതെങ്കിലും ആ സബ്ജക്റ്റ് അനുസരിച്ച് ബിയുടെ രൂപം മാറും. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ബി സപ്പോസ് ടു എന്ന് പറയുന്നതിന് ഷുഡുമായിട്ടൊരു സാമ്യം ഉണ്ടെന്ന്. പക്ഷേ ഷുഡുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറയാണ് ഐ ഷുഡ് സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 o'clock എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആവശ്യമാണ്, ഞാൻ കരുതുന്ന കാര്യമായിട്ടാണ് അവിടെ വരുന്നത്. പക്ഷേ ഐ ആം സപ്പോസ് ടു എന്ന് പറയുമ്പോൾ അർത്ഥം മാറി. അത് ഞാൻ കരുതുന്നത് കൊണ്ടല്ല, ആരോ എന്നോട് ആ കാര്യം നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, വേറെ ആരുടെ ആവശ്യം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്നൊരർത്ഥം അവിടെ വരും. അതാണ് ഷുഡും ബി സപ്പോസ് ടുവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഞാൻ പറയാണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി ലഞ്ച് ഉണ്ടാക്കേണ്ടതുണ്ട്, എനിക്ക് അത് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറയാം ഐ എം സപ്പോസ് ടു മേക്ക് ലഞ്ച് ഫോർ എവ്രി വൺ എന്നാണ്. കാരണം അവിടെ ക്ലിയർ ആണ്, ആരോ എന്നോടത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സപ്പോസ് ടു ഉപയോഗിച്ച് പറഞ്ഞത്. പക്ഷേ എനിക്ക് തന്നെ തോന്നുന്ന കാര്യമായിരുന്നെങ്കിൽ, അങ്ങനെ ലഞ്ച് എല്ലാവർക്കും ഉണ്ടാക്കണം എന്നായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഐ ഷുഡ് മേക്ക് ലഞ്ച് ഫോർ എവ്രി വൺ. അപ്പോൾ മനസ്സിലായല്ലോ, ഷുഡും ബി സപ്പോസ് ടുവും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇനി വേറൊരു സെൻറ്റൻസ്, കുട്ടികൾ അതായത് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് പറയും? സ്റ്റുഡൻസ് ആർ സപ്പോസ് ടു പേ അറ്റൻഷൻ ഇൻ ദ ക്ലാസ്. സ്റ്റുഡൻസ് ആർ സപ്പോസ്ഡ് ടു പേ അറ്റൻഷൻ ഇൻ ദ ക്ലാസ്. ഇനി ഇത് നോക്കൂ, നിങ്ങൾ റിപ്പോർട്ട് ഇന്നലെ സമർപ്പിക്കണമായിരുന്നു, നിങ്ങളെ റിപ്പോർട്ട് ഇന്നലെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു എന്ന്. ഇപ്പോൾ പാസ്റ്റിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? യു വേർ സപ്പോസ്ഡ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് യെസ്റ്റർഡേ. കണ്ടോ, പാസ്റ്റിലെ കാര്യം വന്നപ്പോൾ വേർ സപ്പോസ്ഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ യു ഷുഡ് ഹാവ് സബ്മിറ്റഡ് എന്നും പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്തും പറയാം. ഇനി ഭാവിയിലെ കാര്യം, ഫ്യൂച്ചറിലെ കാര്യം നമ്മളെങ്ങനെ പറയും? നിങ്ങൾ ആ അസൈൻമെൻറ്റ് നാളെ കൊടുക്കേണ്ടതാണ്, നാളത്തെ കാര്യമാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുക യു ആർ സപ്പോസ്ഡ് ടു ടേൺ ഇൻ യുവർ അസൈൻമെൻറ്റ്സ് ടുമോറോ എന്നാണ്. കണ്ടോ, യു ആർ സപ്പോസ്ഡ് എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് ഭാവിയിലെ കാര്യം പറയാനും നമുക്കിങ്ങനെ ആർ സപ്പോസ് ടു അല്ലെങ്കിൽ ഇസ് സപ്പോസ് ടു എന്ന് തന്നെ പറയാം. പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ ബി സപ്പോസ് ടു നെഗറ്റീവായിട്ടും യൂസ് ചെയ്യേണ്ടി വരും. അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കൂ. നിങ്ങളിവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല, അതായത് അത് അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറയാം യു ആർ നോട്ട് സപ്പോസ്ഡ് ടു പാർക്ക് ഹിയർ. യു ആർ നോട്ട് സപ്പോസ്ഡ് ടു പാർക്ക് ഹിയർ. അപ്പോൾ അത് അലൗഡ് അല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോട്ട് അലൗഡ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ നോട്ട് സപ്പോസ് ടു എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊന്ന്, നിങ്ങൾ ക്ലാസ്സിൽ സംസാരിക്കാൻ പാടില്ല, അത് പാടുള്ളതല്ല, അത് അനുവദിച്ചിട്ടില്ല. എങ്ങനെയാണ് പറയുക, ഒന്ന് ശ്രമിച്ചു നോക്കൂ. യു ആർ നോട്ട് സപ്പോസ്ഡ് ടു ടോക്ക് ഇൻ ദ ക്ലാസ്, അത്രയേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ബി സപ്പോസ് ടു ചില അറേഞ്ച്മെൻറ്റ്സിനെ പറ്റി, പ്ലാൻസിനെ പറ്റിയൊക്കെ പറയാൻ ഉപയോഗിക്കും. അതായത് ഇങ്ങനെ ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്, ഇങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ പറയാൻ ബി സപ്പോസ് ടു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ പറയാം. അവർ നാളെ വരുമെന്നാണ് കരുതപ്പെടുന്നത്. ദേ ആർ സപ്പോസ് ടു അറൈവ് ടുമോറോ. കണ്ടോ, അവർ നാളെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദേ ആർ സപ്പോസ്ഡ് ടു അറൈവ് ടുമോറോ. അപ്പോൾ അവിടെ നമ്മൾ ഫ്യൂച്ചറിലെ കാര്യമായിട്ടോ പറഞ്ഞത്. ഇനി ഇത് നോക്കൂ, അയാൾ കഴിഞ്ഞ ആഴ്ച പാരീസിൽ പോകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്താ പറയുക? ഹി വാസ് സപ്പോസ് ടു ട്രാവൽ ടു പാരീസ് ലാസ്റ്റ് വീക്ക്. അവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. ഹി വാസ് സപ്പോസ്ഡ് ടു ട്രാവൽ ടു പാരീസ് ലാസ്റ്റ് വീക്ക്. പാസ്റ്റിലായതുകൊണ്ടാണ് ഹി വാസ് സപ്പോസ്ഡ് എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊരു സന്ദർഭം ആലോചിച്ച് നോക്കും. നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഫ്രണ്ടിനെ കാണുകയാണ്. അപ്പോൾ നമുക്കറിയാം അയാൾക്കത് ജോലിയുള്ളതാണ്, അയാളിന്ന് ജോലി സ്ഥലത്തായിരിക്കേണ്ടതാണ്. പിന്നെ ഇയാൾ എന്താ ഇവിടെ ചെയ്യണേന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക ഇംഗ്ലീഷിൽ? യു ആർ സപ്പോസ് ടു ബി വർക്കിംഗ് ടുഡേ. കണ്ടോ, യു ആർ സപ്പോസ് ടു ബി വർക്കിംഗ് ടുഡേ. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എന്നാണ് ചോദ്യം. മറ്റൊരു സെൻറ്റൻസ്, നമ്മുടെ പുതിയ ബോസ് വളരെ ഫ്രണ്ട്ലി ആണെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുക? ആ ന്യൂ ബോസ് ഇസ് സപ്പോസ് ടു ബി വെരി ഫ്രണ്ട്ലി. ഹീ ഇസ് സപ്പോസ്ഡ് ടു ബി വെരി ഫ്രണ്ട്ലി. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇന്ന് മഴ പെയ്യാൻ പാടില്ലാത്തതായിരുന്നല്ലോ,
കാരണം നമ്മൾ വെതർ ഫോർകാസ്റ്റ് ഒക്കെ കണ്ടതാണ്, മഴ പെയ്യില്ല എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ അത് ആ മഴ പെയ്തു. അപ്പോൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? ഇറ്റ് വാസ് നോട്ട് സപ്പോസ് ടു റെയിൻ ടുഡേ. ഇറ്റ് വാസ് നോട്ട് സപ്പോസ് ടു റെയിൻ ടുഡേ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനത് നേരത്തെ പറയാൻ മറന്നുപോയി. നമ്മൾ ഈ സപ്പോസ് ടു എന്ന് പറയുമല്ലോ, അവിടെ ശരിക്കും പറഞ്ഞാൽ സപ്പോസ്ഡ് ടു ഉണ്ട്, ഡി ഉണ്ട് ഇടയ്ക്ക്, പക്ഷെ അത് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് സപ്പോസ്ഡ് ടു എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, സപ്പോസ്ഡ് ഡി ഉണ്ടെന്ന് ഓർമ്മ വേണം. നമ്മൾ യൂസ് ടു പറയുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട്, അവിടെ ആ ഡി ഉള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആ ഒരു പേർപ്പസ്, അതിൻ്റെ ആ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് പറയാനും ബി സപ്പോസ് ടു യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, ദ പാർട്ടി വാസ് സപ്പോസ് ടു ബി എ സർപ്രൈസ്. അതായത് ഒരു സർപ്രൈസ് എന്ന നിലയ്ക്കാണ് ആ പാർട്ടി അവിടെ കൊടുത്തത്, അതായിരുന്നു ആ പാർട്ടിയുടെ ഉദ്ദേശം എന്നാണ് അർത്ഥം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ബാറ്ററീസ് ഒരു വർഷം ലാസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ കരുതുന്നത് എന്ന്. അവിടെ നമുക്ക് പറയാം, ദീസ് ബാറ്ററീസ് ആർ സപ്പോസ് ടു ലാസ്റ്റ് ഫോർ എ ഇയർ. ദീസ് ബാറ്ററീസ് ആർ സപ്പോസ്ഡ് ടു ലാസ്റ്റ് ഫോർ എ ഇയർ. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പൊതുവേ ആളുകൾ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയാനും നമുക്ക് ബി സപ്പോസ് ടു യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയാണ്, ആ സ്കൂള് ഈ പ്രദേശത്തുള്ള ഏറ്റവും നല്ല സ്കൂൾസിൽ ഒന്നായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയാം, ഇറ്റ് ഈസ് സപ്പോസ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ് ഇൻ ടൗൺ. ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ് ഇൻ ടൗൺ. അല്ലെങ്കിൽ ഒരു മൂവിയെ പറ്റിയിട്ട്, അത് നല്ല ഉഗ്രൻ മൂവിയാണെന്നാണ് എല്ലാവരും പറയുന്നത്, അങ്ങനെയാണ് പൊതുവെ വെയ്പ്പ്. നമുക്ക് പറയാം, ഇറ്റ് ഈസ് സപ്പോസ് ടു ബി എ ഗ്രേറ്റ് മൂവി. അപ്പം നമുക്കതിൽ ഉറപ്പൊന്നുമില്ല, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞത് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ, നമ്മൾ അനോയ്ഡ് ആയാൽ, അവിടെ നമുക്ക് ബി സപ്പോസ് ടു യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ല മഴക്കാലമാണ്, നമ്മൾ ഓഫീസിലെത്തിയപ്പോൾ ലേറ്റായി. കാരണം എന്താണ്? റോഡിലെല്ലാം വെള്ളമാണ്, ബസ്സൊന്നുമില്ല, അങ്ങനെ എത്താൻ ലേറ്റായി. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, സമയത്ത് എന്താ വരാതിരുന്നതെന്ന്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഇതാണ് പുറത്തെ അവസ്ഥ, അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വരാനാണ് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അവിടെ നമുക്ക് പറയാം, ഹൗ ആം ഐ സപ്പോസ് ടു ഗെറ്റ് ടു വർക്ക് ഓൺ ടൈം. ഈ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് സമയത്ത് ഇവിടെ എത്തുക? ഹൗ ആം ഐ സപ്പോസ്ഡ് ടു ഗെറ്റ് ടു വർക്ക് ഓൺ ടൈം എന്നാണ് നമ്മൾ ചോദിച്ചത്. അതുപോലെ ചില സിറ്റുവേഷൻസിൽ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന്. അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, വാട്ട് ആം ഐ സപ്പോസ് ടു ഡു. വാട്ട് ആം ഐ സപ്പോസ് ടു ഡു എന്ന്. പക്ഷേ ഇതേ ചോദ്യം ഒരു പൊളൈറ്റായിട്ടുള്ള ചോദ്യമാക്കി മാറ്റാം, അതിന് ടോൺ ഒന്ന് മാറ്റണമെന്നേ ഉള്ളൂ. വാട്ട് ആം ഐ സപ്പോസ് ടു ഡു എന്ന് വെച്ചാൽ ഞാനിവിടെ എന്താ ചെയ്യേണ്ടത് എന്നും അർത്ഥം കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ബേസ് ചെയ്ത് ഞാനിവിടെ 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്, നീ ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതാണ്. അതാണ് നിൻ്റെ ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബി സപ്പോസ് ടു ഉപയോഗിച്ച് പറയണം, ശ്രമിക്കൂ. മറ്റൊന്ന്, അയാൾ എന്നെ ഇന്നലെ വിളിക്കേണ്ടതായിരുന്നല്ലോ. അയാൾ എന്നെ ഇന്നലെ വിളിക്കേണ്ടതായിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ കാര്യമാട്ടോ പറയുന്നത്. ഇതും ബി സപ്പോസ് ടു ഉപയോഗിച്ച് പറയൂ. അപ്പോൾ ഇത് രണ്ടും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്നെ അറിയിക്കൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. അപ്പോൾ അത് ഞാൻ താമസിയാതെ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ബൈ.